ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഒപ്പിടുന്ന ഓരോ പേപ്പറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഷിപ്പിംഗ് കരാറുകൾ. ഒരു ചെറിയ പിഴവ് മതി, ചിലപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടം വരെ വരാം. അപ്പോൾ ഈ ഷിപ്പിംഗ് കരാറുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾ ഒരുപാട് പണം മുടക്കി വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്തു. എല്ലാം കപ്പലിൽ വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്നൊരു ദിവസം അറിയുന്നു ആ കപ്പൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് മുങ്ങിപ്പോയെന്ന്. നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കടലിനടിയില്. ഇപ്പോ ആരാണ് ഈ നഷ്ടം സഹിക്കേണ്ടത്? സാധനം അയച്ചാളോ അതോ നിങ്ങളോ? ഇതിന്റെ ഉത്തരം അത്ര സിമ്പിളല്ല. അവിടെയാണ് കാര്യത്തിലെ ട്വിസ്റ്റ്. ഈ വലിയ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ഒപ്പിട്ട കരാറിലെ വെറും 3 അക്ഷരങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്നുകിൽ FOB അല്ലെങ്കിൽ CIF. ഈ 3 അക്ഷരങ്ങളാണ് നിങ്ങളുടെ പണം സുരക്ഷിതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് ആദ്യം FOB എന്താണെന്ന് നോക്കാം. കാര്യങ്ങളുടെ എല്ലാം ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ വേണം എന്ന് നിർബന്ധമുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഓപ്ഷനാണ്. FOB, അതായത് ഫ്രീ ഓൺ ബോർഡ്. ആ പേര് പറയുന്ന പോലെ തന്നെയാണ് സംഭവം. സാധനങ്ങൾ വിൽക്കുന്ന ആള്, അതായത് സെല്ലർ, സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോർട്ടിൽ കൊണ്ടുവന്ന് കപ്പലിൽ കയറ്റുന്നതോടെ അവരുടെ പണി തീർന്നു, ഫ്രീ ആയി. അതിനുശേഷം ആ സാധനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല. അതായത് കപ്പലിന്റെ പടികടന്നാൽ പിന്നെ എല്ലാ റിസ്ക്കും വാങ്ങുന്ന നിങ്ങളുടെ തലയിലായി. ഈ ഒരു ഫ്ലോ നോക്കൂ. ആദ്യത്തെ 2 സ്റ്റെപ്പില്, അതായത് ഫാക്ടറിയിൽ നിന്ന് പോർട്ടിലെത്തിച്ച് കപ്പലിൽ കയറ്റുന്നതുവരെ എല്ലാം സെല്ലറുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ആ 3ാമത്തെ പോയിന്റ് കണ്ടോ? അവിടെയാണ് ആ നിർണായകമായ നിമിഷം. സാധനങ്ങൾ കപ്പലിൽ കയറ്റിയ ആ സെക്കൻഡിൽ എല്ലാ റിസ്ക്കും ഒരു സ്വിച്ചിട്ട പോലെ വിൽപ്പനക്കാരനിൽ നിന്ന് നേരെ വാങ്ങുന്നയാളായ നിങ്ങളുടെ അടുത്തേക്ക് വരും. പിന്നെ കടൽ യാത്ര, അതിന്റെ ഇൻഷുറൻസ്, ഷിപ്പിംഗ് ചാർജ് എല്ലാം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാവും. അപ്പോ എന്താണ് ഇതിലെ ഗുണം, എന്താണ് ദോഷം? ഗുണം എന്താണെന്ന് വച്ചാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷിപ്പിംഗ് കമ്പനിയെ തിരഞ്ഞെടുക്കാം, വില പേശി ചെലവ് കുറയ്ക്കാം, അങ്ങനെ പൂർണ്ണ നിയന്ത്രണം കിട്ടും. പക്ഷെ അതിന്റെ മറുവശം, അതാണ് ഏറ്റവും വലിയ റിസ്ക്. ആ കടൽ യാത്രയില് എന്ത് സംഭവിച്ചാലും നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ കപ്പൽ മുങ്ങിയാല് നിങ്ങളുടെ പണം വെള്ളത്തിലായി. അതാണ് FOBയിലെ ഏറ്റവും വലിയ ഹിഡൻ റിസ്ക്. ശരി, FOBയിലെ ഈ റിസ്കുകളും ഉത്തരവാദിത്വവും ഒന്നും വേണ്ട, എനിക്ക് തലവേദനയില്ലാതെ കാര്യങ്ങൾ നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും, അല്ലേ? നിങ്ങൾ അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓപ്ഷനാണ് CIF, അതായത് കോസ്റ്റ്, ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ്. ഇതിൽ വിൽപ്പനക്കാരൻ സാധനങ്ങളുടെ വില മാത്രമല്ല, നിങ്ങളുടെ പോർട്ട് വരെ എത്താനുള്ള കപ്പൽ കൂലിയും യാത്രയിലെ ഇൻഷുറൻസുമെല്ലാം ചേർത്തുള്ള ഒരു തുകയായിരിക്കും നിങ്ങളോട് പറയുക. എല്ലാം അവർ തന്നെ നോക്കിക്കോളും. കേൾക്കുമ്പോൾ നല്ല സിമ്പിളും സൗകര്യപ്രദവുമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇവിടെയാണ് CIFലെ ഏറ്റവും വലിയ, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കെണി ഒളിഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. വിൽപ്പനക്കാരനാണ് ഇൻഷുറൻസിനും കപ്പൽ കൂലിക്കും പണം കൊടുക്കുന്നതെങ്കിലും റിസ്ക് എപ്പോഴാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതെന്നറിയാമോ? അതെ, FOBയിൽ കണ്ട അതേ പോയിന്റിൽ വെച്ച്, സാധനങ്ങൾ കപ്പലിൽ കയറ്റുന്ന ആ നിമിഷം തന്നെ. അതിനർത്ഥമെന്താണ്? കപ്പലിന് കടലിൽ വെച്ച് എന്തെങ്കിലും പറ്റിയാൽ ഇൻഷുറൻസ് കമ്പനിയോട് സംസാരിക്കാനും ക്ലെയിം വാങ്ങാനും നടക്കേണ്ടത് നിങ്ങളാണ്, വിൽപ്പനക്കാരനല്ല. അപ്പൊ ചുരുക്കത്തിൽ, നിങ്ങൾക്ക് സൗകര്യം കിട്ടി, പക്ഷേ റിസ്ക് നിങ്ങളുടെ തലയിൽ നിന്ന് പോയില്ല. CIFന്റെ പ്രധാന ആകർഷണം അതിന്റെ ലാളിത്യം തന്നെയാണ്. നിങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല, പക്ഷേ അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയോ? 1, ഇതിന് ചെലവ് കൂടുതലായിരിക്കും. 2, പലപ്പോഴും വിൽപ്പനക്കാരൻ എടുക്കുന്നത് ഏറ്റവും ബേസിക്കായ, ഏറ്റവും കുറഞ്ഞ കവറേജുള്ള ഇൻഷുറൻസ് ആയിരിക്കും. അവരുടെ ലക്ഷ്യം സാധനം അയക്കുക എന്നത് മാത്രമാണല്ലോ. അപ്പോ വലിയൊരു നഷ്ടമുണ്ടായാൽ നിങ്ങൾക്ക് മുഴുവൻ പണവും തിരികെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ സൗകര്യത്തിനു വേണ്ടി നിങ്ങൾ അറിയാതെ കൊടുക്കുന്നൊരു വിലയാണത്. ഓക്കെ, അപ്പോ ഈ 2 കരാറുകളും തമ്മിലുള്ള വ്യത്യാസങ്ങള് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ നമുക്കിവയെ ഒന്ന് നേർക്കുനേർ താരതമ്യം ചെയ്തു നോക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഇതെല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ വരി, അതായത് റിസ്ക് ട്രാൻസ്ഫർ. FOBയിലും CIFലും അത് കപ്പലിൽ കയറ്റുമ്പോൾ തന്നെയാണ് സംഭവിക്കുന്നത്, അവിടെ മാറ്റമില്ല. പക്ഷേ ഷിപ്പ് എന്നൊരു ഓപ്ഷൻ നോക്കൂ. അവിടെ റിസ്ക് കൈമാറുന്നത് തുറമുഖത്തെത്തുമ്പോൾ മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ചരക്കുകൂലി, ഇൻഷുറൻസ് കൺട്രോൾ, ഇതെല്ലാം ആര് വഹിക്കുമെന്ന് ഇതിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ കണ്ട് ഷിപ്പ് എന്ന പദം ഔദ്യോഗികമായി ഇപ്പോൾ ഉപയോഗത്തിലില്ല. അത് പഴയ ഒരു രീതിയാണ്. പക്ഷേ ആ ആശയം, അതായത് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ എത്തുന്നതുവരെ വിൽപ്പനക്കാരൻ റിസ്ക് എടുക്കുന്ന രീതി, അത് ഇല്ലാതായിട്ടില്ല.
DAP അല്ലെങ്കിൽ ഡെലിവേർഡ് അറ്റ് പ്ലേസ് പോലുള്ള പുതിയ തരം കരാറുകളിൽ ഈ ആശയം ഇപ്പോഴുമുണ്ട്. ഇത് വാങ്ങുന്നയാൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ FOB, CIF, പിന്നെ മറ്റു ഓപ്ഷനുകൾ. ഇതിന്റെയൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും അതിലെ അപകടങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും നല്ലത്? നമുക്ക് നോക്കാം. അപ്പോ കാര്യങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം, ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾക്കിരിക്കണമെന്നാണെങ്കിൽ എപ്പോഴൊക്കെയാണ് FOB തിരഞ്ഞെടുക്കേണ്ടത്? 1. ഷിപ്പിംഗ് കമ്പനിയെയും ട്രാൻസ്പോർട്ടേഷനെയും പറ്റി നിങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണം വേണമെന്നുണ്ടെങ്കിൽ. 2. നിങ്ങൾക്ക് ഈ രംഗത്ത് കുറച്ച് എക്സ്പീരിയൻസും നല്ല കോണ്ടാക്റ്റുകളും ഉണ്ടെങ്കിൽ. 3. നിങ്ങൾക്ക് സ്വന്തമായി വിലപേശി നല്ല ഇൻഷുറൻസും കുറഞ്ഞ കപ്പൽക്കൂലിയും ഒപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതരം പാക്കിങ്ങോ ഷിപ്പിംഗോ വേണമെന്നുണ്ടെങ്കിൽ. ഈ സാഹചര്യങ്ങളിലെല്ലാം FOB ആണ് നിങ്ങൾക്ക് ഏറ്റവും ലാഭകരം. ഇനി മറിച്ച് നിങ്ങൾക്ക് ഈ കൺട്രോളും തലവേദനയും ഒന്നും വേണ്ട, കാര്യങ്ങൾ സിമ്പിളായി നടന്നാൽ മതി എന്നാണെങ്കിലോ? അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ CIF തിരഞ്ഞെടുക്കേണ്ടത്? നിങ്ങൾ ഈ ഫീൽഡിൽ പുതിയ ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പേപ്പർ വർക്കുകളും ഫോൺ വിളികളുമൊന്നും വേണ്ട, എല്ലാം എളുപ്പത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ CIF തിരഞ്ഞെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്തൊരു രാജ്യത്തേക്കാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ അവിടത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വിൽപ്പനക്കാരനെ ഏൽപ്പിക്കുന്നതാണ് ചിലപ്പോൾ നല്ലത്. അത്തരം സാഹചര്യങ്ങളിൽ CIF നിങ്ങൾക്ക് ഒരുപാട് തലവേദന കുറച്ചുതരും. അപ്പോൾ നമ്മൾ കണ്ട പ്രധാന കാര്യം ഇതാണ്: ഓരോ കരാറും ഒരു ട്രേഡ് ഓഫ് ആണ്. ഒരു വശത്ത് കൂടുതൽ നിയന്ത്രണവും പണം ലാഭിക്കാനുള്ള അവസരവും, മറുവശത്ത് കൂടുതൽ സൗകര്യവും കുറഞ്ഞ തലവേദനയും. പക്ഷെ എപ്പോഴും ഓർക്കുക, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സൗകര്യത്തിന് പിന്നിൽ ചിലപ്പോൾ നമ്മൾ കാണാത്ത റിസ്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു സൗകര്യത്തിനു വേണ്ടി കൂടുതൽ റിസ്ക് എടുക്കുന്നത് ശരിയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്.